പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് താരയെ തൻ്റെ അമ്മയായി അംഗീകരിക്കാനുള്ള തീരുമാനം ഒടുവിൽ എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ സരയു ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി തൻ്റെ അച്ഛനെ ചെന്ന് കാണുന്ന സരയു എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം രാഹുലിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് നീ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നറിയിച്ചിരിക്കുകയാണ് രാഹുൽ. ഇതോടെ ഇനിയും ഒളിച്ചുകളികൾ വേണ്ട എന്ന് വ്യക്തമാക്കുന്ന സരയു, സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് ഇനി കൂടുതലൊന്നും നിങ്ങളോട് പറയാൻ താല്പര്യവുമില്ല. ഇനിയെങ്കിലും ഈ ഒളിച്ചുകളി മതിയാക്കിക്കൂടെ? ഇത് കേട്ടതിനെ തുടർന്ന് ശാരി എവിടേക്ക് വരികയും എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശാരി, ഇവൾ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയുമില്ല. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മോളെ, നീ എന്ത് മനസ്സിലാക്കി എന്നാണ് പറയുന്നത്? അമ്മയോട് പറ, എനിക്ക് കാര്യങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ആരാണ് എന്നുള്ള കാര്യവും താര ആരാണ് എന്നുള്ള കാര്യവും എനിക്കിപ്പോൾ കൃത്യമായി അറിയാം. ഇനിയും നിങ്ങളിങ്ങനെയുള്ള ഒളിച്ചുകളികളുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാ സത്യവും ഒരു ദിവസം പുറത്താകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഞാനിപ്പോൾ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെയുള്ള നിങ്ങളുടെ ഈ നാടകം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന ഹരി ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ള തിരിച്ചറിവിൽ എത്തിയിരിക്കുകയാണ്. ഇതോടെ തൻ്റെ മകളോട് ക്ഷമ ചോദിക്കുന്നതിനായി തയ്യാറാവുകയും എല്ലാ ചതിക്കും കാരണം ഈ രാഹുലാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് രാഹുൽ. ഇതേ തുടർന്ന് ഇനിയൊരിക്കലും നിങ്ങളെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം അറിയിക്കുന്ന സരയു, എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ്. ഇതോടെ രാഹുലാകെ മാനസികമായി തകർന്ന് പോവുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.